അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അടുത്ത വണ്ടിയുടെ ഡെലിവറിയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇത് 2018 മോഡൽ ടാറ്റ ഹെക്സ ആണ്. ഹെക്സ ഓട്ടോമാറ്റിക് STA വേരിയൻറ്റ് കിടക്കുന്ന വാഹനമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കുറേ ആയിട്ട് ഒരുപാട് എൻക്വയറി കിട്ടുന്ന ഒരു വാഹനം കൂടിയായിരുന്നു. ഇപ്പം നമ്മളിതകത്ത് കസ്റ്റമർ ഒരു റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പെട്ടെന്ന് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കസ്റ്റമർ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയിട്ട് കൂടി പോകും. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെങ്ങനെ എടുത്തു, എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ട് കാര്യങ്ങളൊന്നും ഇത് വണ്ടി എടുത്ത കസ്റ്റമറെ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്താമോ? ഹായ്, പേര് വിഷ്ണുരാജ്. എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അതെ, കഴിഞ്ഞൊരു 2-2.5 വർഷമായിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ. അപ്പോൾ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തത് പജേറോ സ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു GLX ഉണ്ട്. അപ്പോൾ 2 ആകുമ്പോഴത്തേക്ക് മെയിൻ്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാകും എന്ന് തോന്നിയത് കൊണ്ട് മാത്രം എക്സയിലേക്ക് പോയി. പക്ഷേ എക്സ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതെ വിട്ടൊരു വണ്ടിയായിരുന്നു. 1-2 കയറി ചെറിയ ദൂരം യാത്രയെ പോയിട്ടുള്ളൂ, വലിയതൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത് ഈ വണ്ടി അവിടെ നിന്ന് മേടിച്ച് കുറച്ച് ദൂരം ഞാൻ അവിടെ ഹൈവേയിലൊക്കെ ഓടിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ടും ഇത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനും പറഞ്ഞ് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ് എന്നെ കണ്ട് 2-2.5 വർഷമായിട്ട് കാണുന്നതാക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് വണ്ടി എടുത്തതിൽ? അല്ല, വണ്ടി എടുത്തതിൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്താ പറയുക, അതിനകത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. വണ്ടിയുടെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു. സോ ഞാൻ വിളിച്ചു, അല്ല മീൻസ് മെസ്സേജ് അയച്ചു, എനിക്ക് റിപ്ലൈ കിട്ടി. ഫണ്ട് അയക്കാൻ പറഞ്ഞു, മീൻസ് ഒരു അഡ്വാൻസ് എമൗണ്ട് അയക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ സ്പോട്ടിൽ ചെയ്തു. പിന്നീട് പോകുന്ന സമയമായപ്പോഴത്തേക്കും കോണ്ടാക്ട് ചെയ്തു. ചെല്ലും, ഈ ഒരു 1-2 വീക്കിനുള്ളിൽ അവിടെ പോകുന്നുണ്ട്, വണ്ടി നോക്കിയിട്ട് ഡീറ്റെയിൽ അയക്കാമെന്ന് പറഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നു. എല്ലാം എന്നെ സംബന്ധിച്ചെല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. എല്ലാം പെർഫെക്റ്റ്ലി കാര്യങ്ങൾ നടന്നു. എൻ്റെ മെയിൻ ആവശ്യം എന്ന് വെച്ചാൽ മെക്കാനിക്കൽ പാർട്ടും അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ആണോ, ഈ 2 കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പം മെയിൻ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി മാത്രം ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു മീഡിയേറ്റർ സപ്പോർട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൽ അങ്ങനെ കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ 1 രൂപയുടെ വർക്ക് പോലും എടുത്തിട്ടില്ല, ഇല്ലല്ലോ. ആകെ വണ്ടി ഒന്ന് വാഷ് ചെയ്യിച്ചു, ഒന്ന് വാട്ടർ സർവീസ് സ്റ്റേഷന് കൊടുത്തു, ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യിച്ചു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തില്ല. ചെറിയ ലെവലിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഒരു എന്തായാലും ഒരു ടച്ച് ആൻഡ് പോളിഷ് വണ്ടിയിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഇത്രയും ചെറിയൊരു ദൂരം ഓടിച്ച് നോക്കില്ല, ഒരു 4-5 കിലോമീറ്ററോളം ഓടിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓടിച്ച് നോക്കിയിട്ട്? പെർഫെക്റ്റ്. അത് സസ്പെൻഷനൊക്കെ കിട്ടും, ഒരു രക്ഷയില്ല. എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഡീസൽ എഞ്ചിൻ, പ്രത്യേകിച്ച് ടാറ്റയുടെ എഞ്ചിൻ, ഹെക്സർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. ആ ഒരു ഫീൽ, അതായത് വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ തന്നെയുള്ളൂ. നമുക്ക് ഇപ്പോഴും ഓടിക്കുമ്പോൾ 83,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് ആണ് കേട്ടോ, ഒന്നും പുറത്തല്ല, സിംഗിൾ ഓണർ വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി സൗണ്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ മേ ബി വേരിയേഷൻ ഉണ്ടാവാം. ബട്ട് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള വേരിയേഷനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം വണ്ടിയിൽ തന്നെ ഫുള്ള് എല്ലാ ഭാഗങ്ങളാണെങ്കിലും പെഞ്ച് റൂം ആണെങ്കിൽ പോലും എല്ലാം പ്രോപ്പർ ഫിറ്റിംഗ് ആണ്. ഒന്നും തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ അറിയില്ല. വണ്ടി ജെന്യൂൻ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളല്ലാതെ ഒരു തരത്തിലുള്ള പരിക്കോളോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ എല്ലാവരും പറയാറുണ്ട് എന്നെ മെസ്സേജ് ചെയ്താൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്ന്. എന്തെങ്കിലും തോന്നിയായിരുന്നു? എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം, അതായത് ഫസ്റ്റ് ടൈം കോൺടാക്ട് ചെയ്ത സമയത്ത് റിപ്ലൈ കിട്ടാൻ വേണ്ടി ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തു. പിന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നാൽ പിന്നെ എന്തെങ്കിലും അതെ ഒരു കുഴപ്പമില്ല. കാരണം അന്ന് മെസ്സേജ് അയച്ചാൽ മാക്സിമം 3-4 മണിക്കൂറിനുള്ളിൽ എന്തായാലും റിപ്ലൈ വരാറുണ്ട്. അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു ടൈമിൽ മാത്രം ലാഗ്. ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? ചാനൽ എന്താ പറയുക, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന ആളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു ചോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത്രയും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്, സർവീസ് ആണെങ്കിലും എല്ലാം കൊള്ളാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, വരുന്ന മെസ്സേജുകൾക്ക് പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചാനലിനകത്ത് ഇങ്ങനെ നമ്പർ കൊടുക്കുന്നതെന്ന് വരെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്പർ കൊടുക്കാതിരുന്നാൽ എനിക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കരുതും ഇത് ഞാൻ ഒരാൾ മാത്രമേ ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രി 2 മണി 3 മണിക്ക് വരെ കോളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ചിലപ്പോൾ ആ ഒരു കാണുമ്പോൾ ഒരു ആവശ്യത്തിൽ നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ തിരക്കോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാണ്, ഇത് വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നുള്ളൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല, ചിലപ്പോൾ അവർ പുറത്തുനിന്നൊക്കെ ആയിരിക്കാം. ഇവിടെ കേരളത്തിൽ നടക്കട്ടോ, കോഴിക്കോട് നടക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ അന്ന് എയർപോർട്ടിലേക്ക് വരിക. അപ്പോൾ ഞാൻ വെളുപ്പിന് 2-2:30ക്കാണ് ഇറങ്ങി. എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവുന്നില്ല വെച്ചാൽ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ചാടി കയറി അവിടെ നിന്ന് ഒരു ഊബറും ബുക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കോഴിക്കോട് നിന്ന് വിളിച്ചിരിക്കുന്നു, വണ്ടി കിട്ടും വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ നിങ്ങൾ ഉറങ്ങിയില്ലത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിന്നെ വിളിക്കണം തോന്നി, അതുകൊണ്ട് വിളിച്ചായിരുന്നു. ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. പക്ഷേ എല്ലാ സമയത്തും നമുക്കത് പോസിബിൾ. അതുപോലെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും വാട്സപ്പിനകത്ത് വോയിസ് ആണ് അയക്കുന്നത്. അത് വോയിസ്
വോയിസ് അയക്കാന്ന് പറയുമ്പോൾ ചിലർ 11 മിനിറ്റ് വരെയൊക്കെയുള്ള വോയിസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 2 മിനിറ്റ് 3 മിനിറ്റ് അത് നീണ്ടു പോകും. കാരണം വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ അവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീണ്ടു പോകും. എൻ്റെ വീഡിയോ കണ്ടതും എന്നെ പരിചയപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ സംസാരിച്ച് പോകുമ്പോൾ നീണ്ടു പോകും. അപ്പോൾ ഇതിനെല്ലാം ഞാൻ മറുപടി കൊടുത്ത് കാര്യങ്ങളാക്കി വരുമ്പോൾ ഇത്ര ഡിലേ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ലേറ്റ് ആവുന്നത്. കാരണം നമ്മൾ ഇതേപോലെ വീഡിയോ എടുക്കാൻ പോകുന്നു, വണ്ടി നോക്കുന്നതും ഇപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചാൽ മതി, നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ കളക്ട് ചെയ്ത് തരുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇവരാണെങ്കിൽ പോലും ഇപ്പോൾ വണ്ടി കണ്ടു അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്ത് നിൽക്കണം. അതും നമ്മളൊരു പോക്കിൽ ചിലപ്പോൾ കുറച്ചധികം വാഹനങ്ങൾ ഒരു 8-10 വണ്ടികളൊക്കെ ചിലപ്പോൾ നോക്കാൻ പോകും. അതിൽ നിന്ന് പറ്റുന്ന വണ്ടികളാണ് നമ്മൾ എടുത്തു വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ സമയം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ മെസ്സേജുകൾക്ക് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാത്തത്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജുകൾക്ക് മറുപടി കൊടുത്ത് ഒരുപാട് ഓർഡേഴ്സ് എണ്ണം തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറഞ്ഞ ഡേറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഓർഡേഴ്സും കാര്യങ്ങളും എടുത്ത് പറ്റുന്ന പോലെ വണ്ടി കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അത്രയും അർജൻറ്റ് ആണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കുക. കാരണം എന്നെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ആളുകളും അവിടെ പോയി വണ്ടികൾ എടുത്ത് കൊടുക്കുന്നു. മുമ്പേ അതായത് ഞാനൊക്കെ അവിടെ വരുന്നതിന് മുമ്പേ വണ്ടികൾ എടുത്ത് കൊടുക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. അപ്പോൾ അവരെ ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എണ്ണം തയ്ക്കാന്നുള്ളതിൻ്റെ അപ്പുറം ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് ലക്ഷ്യം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഡൽഹി ഹരിയാന ഈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ നമുക്ക് പഴയ ഇനോവ, അതിൽ ഇറ്റിയോസ് ലിവ, കൊറോള അൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോമ അങ്ങനത്തെ ചില വണ്ടികളൊന്നും ഇപ്പോൾ അവിടെ കിട്ടാനില്ല. കാരണം ചിലത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് റേറ്റ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ചെറുവണ്ടികളാണെങ്കിൽ തന്നെ വില കൊണ്ടൊക്കെ എടുത്ത് വരുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ അടക്കം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടം പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടിയിൽ കാര്യങ്ങൾ ചെയ്യാത്തത്. പിന്നെ ഇതേപോലെ ഡൽഹി ഹരിയാന UP ഭാഗങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ വീഡിയോയുടെ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പറാണത്. അതായത് നമ്മൾ ഇവിടെ ചാനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ആ നമ്പറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നോക്കുന്നത്, ഏത് ഇയറിൽ കിടക്കുന്നത്, ഏത് കമ്പനിയുടെ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുക. അതിലും തന്നെ പെട്രോളാണോ, ഡീസലാണോ, ഓട്ടോമാറ്റിക് ആണോ, മാനുവൽ ആണോ, 4x4 ആണോ, 4x2 ആണോ, ഏത് ഇയറിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചാൽ ഞാൻ അതിനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരും. പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ഇന്നൊരു വണ്ടി വേണം, അപ്പോൾ ഇദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ ടാറ്റ എക്സോ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് പറഞ്ഞു തരുമ്പോൾ ആ വണ്ടികൾ അവർക്ക് വേണ്ടി നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഡൽഹിയിൽ താമസമുള്ള ഒരു വ്യക്തിയല്ല. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങളവിടെ ഏതെങ്കിലും വണ്ടി ഞങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളൊന്ന് പോയി ഇൻസ്പെക്ട് ചെയ്യുമോ അല്ലെങ്കിൽ നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. ഒന്നാമത്തെ കാര്യം അങ്ങനെ നടക്കും തോന്നുന്നുണ്ടോ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ? അത്ര എളുപ്പമല്ല സംഭവം സത്യം. കാരണം ഞാൻ ഇവരൊക്കെ എനിക്ക് മുൻകൂട്ടി പറഞ്ഞില്ല, ഒരു പേയ്മെൻറ്റ് തന്നിട്ട് ഏകദേശം 1 മാസത്തോളം എടുത്തില്ല. നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ട് വണ്ടി എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇവരെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇവർക്കുള്ള വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് പുറത്തൊരു വണ്ടി പോയി നോക്കാനോ ചെക്ക് ചെയ്ത് എടുക്കാനോ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള സമയ സന്ദർഭം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പുറത്തെ വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നില്ല. അതോ നാളെ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ സർവീസായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.